നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇനി നോക്കി നിൽക്കാൻ പറ്റില്ല. വി നീഡ് ആക്ഷൻ, വി നീഡ് ഇറ്റ് നൗ. കാരണം ഈ ഗെയിമുണ്ടല്ലോ, ഇത് നമ്മുടെ എല്ലാവരുടേതുമാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ട് സന്ദേശ് ജിങ്കൻ ചില സന്ദേശങ്ങൾ നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ ഒരു സങ്കടം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവിലെ അവസ്ഥയിലുള്ള അദ്ദേഹത്തിൻ്റെ വിഷമം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പങ്കുവച്ച വാക്കുകളുടെ കുറച്ച് ഭാഗം നമുക്കൊന്ന് ആദ്യം കേൾക്കാം, എന്നിട്ട് വിശദമായിട്ട് പറയാം. Where we are right now, it isn't a delay anymore. It's a standstill for the fans, coaches, staff members, players, and for everyone who lives and breathes Indian football. We worked too hard, sacrificed too much to let our season vanish in silence, because the entire Indian football ecosystem, from academies to clubs, are hanging in uncertainty. Dreams are paused, future being questioned, salaries frozen. And I'm not making. അപ്പോൾ ഇതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ പ്രധാന ഭാഗം. പിന്നെ ആരെയും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റൂ, ദേശീയ ടീമിലൊക്കെ ഇനിയും കളിക്കേണ്ടതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ കൃത്യമായിട്ട് ആ ഒരു വിഷമം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവിലെ ദുരവസ്ഥ അദ്ദേഹം പറയുന്നത്, വേർ വി ആർ റൈറ്റ് നൗ, ഇതിപ്പോൾ ഡിലേ അല്ല. ഇതിനി നമ്മൾ ഡിലേ എന്ന് ഇനിയിപ്പോൾ വിളിക്കരുത്. അതായത് വൈകുന്നു, സീസൺ ആരംഭിക്കാൻ വൈകുന്നു എന്ന് പറയുന്നത്, ഇത് സ്റ്റാൻഡ് സ്റ്റിലാണ്. ഫോർ ദി ഫാൻസ്, കോച്ചസ്, സ്റ്റാഫ് മെമ്പേഴ്സ്, പ്ലെയേഴ്സ്, ഫോർ എവറി വൺ. ഇന്ത്യൻ ഫുട്ബോളിൽ ജീവിക്കുന്ന, ഇന്ത്യൻ ഫുട്ബോൾ ശ്വസിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിനായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഇതൊരു സ്റ്റാൻഡ് സ്റ്റിലാണ്. നമ്മൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു, സാക്രിഫൈസ് ചെയ്തു, എന്നിട്ടോ ഒടുവിൽ നമ്മുടെ സീസൺ ഇങ്ങനെ വാനിഷായി പോവുകയാണ്. സൈലൻസിൽ നമ്മുടെ സീസൺ ഇങ്ങനെ അപ്രത്യക്ഷമായി പോവുകയാണ്. എൻ്റയർ ഇന്ത്യൻ ഫുട്ബോൾ സിസ്റ്റം, ഈക്കോസിസ്റ്റം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിലാണ്. അത് ഹാങ്ങിങ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഹാങ്ങിങ്ങിൻ്റെ അൺസർട്ടനിറ്റി, അനിശ്ചിതാവസ്ഥയിലാണ്. അക്കാഡമീസും ക്ലബ്ബുകളും എല്ലാം ഇങ്ങനെ തൊട്ടുമുന്നിൽ എന്ത് എന്നറിയാത്ത ഒരു അൺസർട്ടനിറ്റിയിലാണ്. സ്വപ്നങ്ങൾ ഇപ്പോൾ തടയപ്പെട്ടിരിക്കുന്നു. സ്വപ്നങ്ങൾ നിശ്ചലമായിരിക്കുന്നു. ഡ്രീംസ് ആർ പോസ്റ്റ്. ഭാവി ഒരു ചോദ്യചിഹ്നമായിട്ട് മുന്നിൽ നിൽക്കുന്നു. സാലറികൾ ഇതാ ഫ്രോസൺ ചെയ്തിരിക്കുകയാണ്, ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം കൃത്യമായിട്ട് ആ ഒരു അവസ്ഥ വിവരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇത് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ആരെയെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് വിരൽ ചൂണ്ടി പറയാനല്ല. ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക, എന്നിട്ട് പെട്ടെന്ന് ഇന്ത്യൻ ഫുട്ബോളിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുക. കാരണം ഓരോ ദിവസവും നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളാണ് സഫർ ചെയ്യുന്നത്, ഇന്ത്യൻ ഫുട്ബോളാണ് ബ്ലീഡ് ചെയ്യുന്നത്. സോ നമുക്ക് പ്രവർത്തനങ്ങളാണ് വേണ്ടത്. അതിപ്പോൾ നടക്കണം, ഇപ്പോൾ ആക്ഷൻസ് എടുക്കണം. കാരണം ഈ ഗെയിം നമ്മുടേതെല്ലാവരുടേതുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പ്രവർത്തനം, ഇവിടെ ഒരു പ്രവർത്തനം എന്ന് നമ്മൾ പറയുമ്പോഴും ഇങ്ങനെ നിസ്സഹായതയോട് ചിരിക്കാനേ പറ്റുന്നുള്ളൂ. എത്ര തവണ നമ്മളിതൊക്കെ പറയുന്നു. സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് പുറകെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാനൊരു ഫെഡറേഷൻ, അല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. താരങ്ങൾ ഓരോരുത്തരും വല്ലാത്ത അവസ്ഥയിലാണ്. അവരുടെ പലരുടെയും സാലറിയൊക്കെ ഫ്രീസ് ചെയ്യപ്പെടുന്നു, ലൈവ്ലിഹുഡിന് പോലും ബുദ്ധിമുട്ടുന്നു എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയ താരങ്ങളെ നമ്മൾ കണ്ടു. ഈ അവസ്ഥ മാറുക തന്നെ വേണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഏറ്റവും തകർച്ചയുടെ അഗാധതയിലേക്ക് വീണുപോകും. പിന്നീട് ഒരു തിരിച്ചുവരവുണ്ടാവില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.